കുട്ടികളെ, ഇക്കണോമിക്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കൂ, നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് നമ്മൾ പഠിച്ച ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ്, അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ്. നേരത്തെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദന സാധ്യതാ വക്രം നമ്മൾ വരച്ചിരുന്നു, അല്ലെ? ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് വരച്ചു വെച്ചു? ഒരു ഉൽപാദന സാധ്യതാ വക്രം വരച്ചു വെച്ചു. അങ്ങനെ ഒരു ഉൽപാദന സാധ്യതാ വക്രം വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് തയ്യാറാക്കിയിരുന്നു? ഒരു ഷെഡ്യൂൾ, അല്ലെ? ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലവിലുള്ള വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു 5 പോസിബിലിറ്റീസ്, ഉൽപാദന സാധ്യതകൾ ഉൾക്കൊള്ളുന്ന 5 ഉൽപാദന സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഒരു ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കിയിരുന്നു. ആ ഷെഡ്യൂളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോവാം. അപ്പൊ ഇങ്ങനൊരു ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു, എന്തായിരുന്നു? അവിടെ ചില സങ്കല്പങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു സങ്കല്പങ്ങൾ? ഈ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ സ്വീകരിച്ച സങ്കല്പങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത്, രാജ്യത്ത് ആ സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് 2 സാധനങ്ങൾ മാത്രമേ ഉൽപാദിപ്പിക്കുന്നുള്ളൂ. ഇവിടെ ഒന്നാമത്തെ വസ്തു വീറ്റ് എന്നും രണ്ടാമത്തെ വസ്തു കോട്ടൺ എന്നും നമ്മൾ സങ്കല്പിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചു, സമ്പദ് വ്യവസ്ഥ ലഭ്യമായ മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും എന്ത് ചെയ്യുന്നു? ഈ 2 വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഫലമായിട്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്ന 5 പോസിബിലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ 5 പോസിബിലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ഈ ഷെഡ്യൂള് തയ്യാറാക്കി വെച്ചത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന ഒരു കൺസെപ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? അവസരാത്മക ചെലവ്. നോക്കൂ, എ എന്ന പോസിബിലിറ്റി അഥവാ എ എന്ന കോമ്പിനേഷൻ എന്തിന്റെ കോമ്പിനേഷൻ ആണ്? എന്തിന്റെ സംയോഗമാണത്? 2 വസ്തുക്കളുടെ, ഒന്നാമത്തെ വസ്തു സമ്പദ് വ്യവസ്ഥ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ വസ്തുവായ വീറ്റിന്റെയും രണ്ടാമത്തെ വസ്തുവായ കോട്ടന്റെയും ഒരു സംയോഗം, ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആയിരുന്നു ഏത്? എ എന്ന് പറഞ്ഞത്. എ എന്ന കോമ്പിനേഷനിലെ അഥവാ പോസിബിലിറ്റിയിലെ നമ്മൾ കണ്ടു, വീറ്റിന്റെ അളവ് 0 കോട്ടന്റെ അളവ് 10 നമ്മൾ കണ്ടു. റൈറ്റ്? വീറ്റ് 0 എന്നും കോട്ടൺ 10 നമ്മൾ കണ്ടിട്ടുണ്ട്, ആണല്ലോ. വീറ്റ് 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരുന്നു? വീറ്റ് ഉൽപാദിപ്പിക്കുന്നേയില്ല. റൈറ്റ്? വീറ്റിന്റെ അളവ് 0 പറഞ്ഞാൽ അതിനർത്ഥം വീറ്റ് ഉൽപാദിപ്പിക്കുന്നേയില്ല, മറിച്ച് എന്ത് ഉൽപാദിപ്പിക്കുന്നുമുണ്ട്? കോട്ടൺ ഉൽപാദിപ്പിക്കുന്നുമുണ്ട്. അതായത് സമ്പദ് വ്യവസ്ഥ ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും കോട്ടൺ എന്ന വസ്തുവിന്റെ ഉൽപാദനത്തിന് വേണ്ടി പൂർണ്ണമായും നീക്കിവെക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ എന്ത് ഉൽപാദിപ്പിക്കുന്നേയില്ല? വീറ്റ് ഉൽപാദിപ്പിക്കുന്നേയില്ല. പൂർണ്ണമായിട്ടും വിഭവങ്ങൾ, അതുപോലെ സാങ്കേതിക വിദ്യ എന്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു? കോട്ടൺ എന്ന വസ്തുവിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ കോട്ടൺ എത്ര യൂണിറ്റ് ഉൽപാദിപ്പിക്കാം? 10 യൂണിറ്റ് കോട്ടൺ ഉൽപാദിപ്പിക്കാം. റൈറ്റ്? ഒന്നുകൂടി ശ്രദ്ധിക്കൂ, എന്താ പറഞ്ഞത്? സമ്പദ് വ്യവസ്ഥ, ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭ്യമായ മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും കാര്യക്ഷമതയോടുകൂടി കോട്ടൺ എന്ന വസ്തുവിന്റെ ഉൽപാദനത്തിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ
കോട്ടൺ എന്ന വസ്തു 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. റൈറ്റ്? ശരിയല്ലേ? അപ്പൊ കോട്ടൺ 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നേയില്ല? വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നേയില്ല. അല്ലെ? എന്തു പറഞ്ഞാൽ വീറ്റിന്റെ ഉൽപാദനം പൂർണ്ണമായിട്ടും ത്യജിച്ചുകൊണ്ടാണ്, ഉപേക്ഷിച്ചുകൊണ്ടാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിയല്ലേ? വീറ്റ് എന്ന വസ്തുവിന്റെ ഉൽപാദനം പാടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും എന്തിനു വേണ്ടി മാറ്റിവെക്കുന്നത്? കോട്ടന് വേണ്ടി മാറ്റിവെക്കുന്നത്. റൈറ്റ്? അപ്പൊ കോട്ടൺ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു? 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. അടുത്ത ചോദ്യം, യഥാർത്ഥത്തിൽ കോട്ടനു വേണ്ടി ഉപയോഗിച്ച ഈ മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും വീറ്റ് ഉൽപ്പാദിപ്പിക്കാനാണ് ഉപയോഗിച്ചതെങ്കിൽ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, കോട്ടൺ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച ഈ മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും വീറ്റ് ഉൽപ്പാദിപ്പിക്കുവാനാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ വീറ്റ് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാമായിരുന്നു? ഇതാണ് ചോദ്യം. എത്ര യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാമായിരുന്നു? എത്ര യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാമായിരുന്നു? എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം? നോക്കൂ, മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായും വീറ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു ചിന്ത വേണം. അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കില്ല? കോട്ടൺ ഉൽപ്പാദിപ്പിക്കില്ല. റൈറ്റ്? ശ്രദ്ധിക്കുക, മുഴുവൻ വിഭവങ്ങളും, അതായത് ഇപ്പോൾ കോട്ടന് വേണ്ടി ഉപയോഗിച്ച, കോട്ടന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിച്ച മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും വീറ്റിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീറ്റിനു വേണ്ടി പൂർണ്ണമായും വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല? അവിടെ കോട്ടൺ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിൽ കാണാനുണ്ടല്ലോ. കോട്ടന്റെ ഉൽപാദനം ഇല്ലാത്തൊരു പോസിബിലിറ്റി നോക്കൂ. കോട്ടൺ 0 ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടല്ലോ. റൈറ്റ്? കോട്ടൺ 0 ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്, അല്ലെ? എന്ന് പറഞ്ഞാൽ കോട്ടൺ 0 എന്ന് പറഞ്ഞാൽ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നേയില്ല. റൈറ്റ്? മുഴുവൻ വിഭവങ്ങളും എന്തിനു വേണ്ടി മാറ്റിവെക്കുന്നു? വീറ്റിന് വേണ്ടി മാറ്റിവെക്കുന്നു. റൈറ്റ്? മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഏതിന്റെ ഉൽപാദനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു? വീറ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പൊ വീറ്റ് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം? 4 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാം. ശ്രദ്ധിക്കുക, എന്താ ഞാൻ പറഞ്ഞത്? ആദ്യത്തെ ഓപ്ഷനിൽ ഞാൻ പറഞ്ഞു എ എന്ന കോമ്പിനേഷനില് അഥവാ പോസിബിലിറ്റിയില് ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭ്യമായ മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും എന്ത് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നു? കോട്ടന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും കോട്ടന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ കോട്ടൺ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു? 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല? വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വീറ്റിന്റെ ഉൽപാദനം പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിക്കുന്നു. റൈറ്റ്? സമ്പദ് വ്യവസ്ഥ വീറ്റിന്റെ ഉൽപാദനം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു. ശരിയല്ലേ? ഇനി ഞാൻ പറഞ്ഞ വസ്തുത എന്താ? ഇനി അഥവാ മുഴുവൻ വിഭവം, ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭ്യമായ മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും വീറ്റിനാണ്
വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, വീറ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കില്ല? കോട്ടൺ ഉൽപ്പാദിപ്പിക്കില്ല. റൈറ്റ്? കോട്ടൺ ഉൽപ്പാദിപ്പിക്കില്ല. കോട്ടന്റെ അളവ് എന്തായിരിക്കും പറയാ? 0 എന്ന് പറയാം. മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും എന്തിനു വേണ്ടി മാറ്റിവെക്കുന്നു? വീറ്റിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ വീറ്റ് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം? 4 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം. റൈറ്റ്? ഇനി ഞാൻ പറയുന്നൊരു വസ്തുത, ഇവിടെ 10 യൂണിറ്റ് കോട്ടന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. 10 യൂണിറ്റ് കോട്ടന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് 4 യൂണിറ്റ് വീറ്റ്. നോക്കൂ, 10 യൂണിറ്റ് കോട്ടന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് 4 യൂണിറ്റ് വീറ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഒന്നാലോചിച്ചു നോക്കുക. എന്തായിരിക്കും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? നമ്മൾ പറഞ്ഞു വെച്ച വസ്തുത ഒന്നുകൂടി മനസ്സിലേക്ക് വരട്ടെ. മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും രണ്ടാമത്തെ വസ്തുവായ കോട്ടന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസ്തു ഉൽപ്പാദിപ്പിക്കുന്നേയില്ല. പൂർണ്ണമായിട്ടും ഒന്നാമത്തെ വസ്തുവിന്റെ ഉൽപാദനം ഉപേക്ഷിക്കുന്നു. എന്നിട്ട് എന്ത് ഉൽപ്പാദിപ്പിക്കുക? രണ്ടാമത്തെ വസ്തുവായ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുക. ഇനി നമ്മൾ പറയാണ്, അങ്ങനെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭ്യമായ മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും രണ്ടാമത്തെ വസ്തുവായ കോട്ടന് വേണ്ടി ഉപയോഗിക്കുമ്പോ എന്താണ് അവിടെ ഉപേക്ഷിക്കുന്നത്? ശരിക്കും ആ സമ്പദ് വ്യവസ്ഥ 4 യൂണിറ്റ് വീറ്റിന്റെ ഉൽപാദനമാണ് ഉപേക്ഷിക്കുന്നത്. റൈറ്റ്? 4 യൂണിറ്റ് വീറ്റിന്റെ ഉൽപാദനം ഉപേക്ഷിച്ചിട്ടാണ് എന്തിലേക്ക് പോകുന്നത്? 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. 4 യൂണിറ്റ് ഗോതമ്പിന്റെ ഉൽപാദനം ഉപേക്ഷിച്ചിട്ടാണ്, പൂർണ്ണമായും ഉപേക്ഷിക്കുക, പാടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ത്യജിച്ചുകൊണ്ടാണ് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്? 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. റൈറ്റ്? അപ്പൊ നമ്മൾ പറഞ്ഞത് 10 യൂണിറ്റ് കോട്ടന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് 4 യൂണിറ്റ് വീറ്റ്. റൈറ്റ്? 10 യൂണിറ്റ് കോട്ടന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് 4 യൂണിറ്റ് വീറ്റ്. റൈറ്റ്? The opportunity cost of 10 units of cotton is equal to 4 units of wheat. Clear? ഇനി വേറൊരു രീതിയിൽ നമുക്ക് പഠിക്കാം. തിരിച്ചു നോക്കൂ, മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ആദ്യമായി വീറ്റിനു വേണ്ടി നീക്കിവെക്കുക. ഓക്കെ? നോക്കൂ, ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭ്യമായ മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും എന്തിനു വേണ്ടി നീക്കിവെക്കുക? വീറ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടി നീക്കിവെക്കുക. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കില്ല? കോട്ടൺ ഉൽപ്പാദിപ്പിക്കില്ല, അല്ലെ? ആ സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് ലഭ്യമായ വിഭവങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യയും പൂർണ്ണമായിട്ടും വീറ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല? കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. കോട്ടന്റെ അളവ് എന്തായിരിക്കും? 0. അങ്ങനെ മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും വീറ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടി നീക്കിവെച്ചപ്പോ വീറ്റ് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം? 4 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം. ശരിയല്ലേ? അപ്പൊ 4 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോ നമ്മൾ എന്തുപേക്ഷിക്കുന്നുണ്ട്? കോട്ടന്റെ ഉൽപാദനം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നുണ്ട്. ശരിയല്ലേ? എങ്കിൽ കോട്ടന്റെ എത്ര യൂണിറ്റ് ആണ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്?
4 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സമ്പദ് വ്യവസ്ഥ തീരുമാനിച്ചപ്പോ, സമ്പദ് വ്യവസ്ഥ 4 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ യഥാർത്ഥത്തിൽ എത്ര യൂണിറ്റ് കോട്ടൺ ആണ് ഉപേക്ഷിക്കുന്നത്? 10 യൂണിറ്റ് കോട്ടൺ ആണ് ഉപേക്ഷിക്കുന്നത്. റൈറ്റ്? 10 യൂണിറ്റ് കോട്ടൺ ഉപേക്ഷിക്കുന്നുണ്ട് അവിടെ. ഉൽപാദനം, കോട്ടന്റെ ഉൽപാദനം ഉപേക്ഷിക്കുന്നത്. അതായത് ഇവിടെ ഉപയോഗപ്പെടുന്ന വിഭവങ്ങൾ, ഈ വീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഇവിടെ ഉപയോഗിക്കുമ്പോഴേക്കും നോക്കൂ, അപ്പൊ വീറ്റ് 0 ആവും. അപ്പൊ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം? 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാം. റൈറ്റ്? അപ്പൊ നമുക്ക് പറയാം 4 യൂണിറ്റ് വീറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് 10 യൂണിറ്റ് കോട്ടൺ. 2 വേർഷൻസും നമ്മൾ പഠിക്കണം അല്ലേ? അപ്പൊ നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും 10 യൂണിറ്റ് കോട്ടന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് 4 യൂണിറ്റ് വീറ്റ്. ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 4 യൂണിറ്റ് വീറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് 10 യൂണിറ്റ് കോട്ടൺ. റൈറ്റ്? നോക്കൂ, എന്താ ഞാൻ പറഞ്ഞത്? 10 യൂണിറ്റ് കോട്ടൺ, റൈറ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ്, opportunity cost of 10 units cotton. Opportunity cost of 10 units cotton. 10 units cotton is equal to എന്താ പറയുന്നത്? That is equal to 4 units of wheat. Right? 4 units of wheat. ഇതൊരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 4 units of wheat is equal to 10 units of cotton. 10 units of cotton. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 10 units of cotton. 10 units of cotton is equal to 4 units of wheat. 10 യൂണിറ്റ് കോട്ടന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് വീറ്റ് ആണ്. അതുപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 4 യൂണിറ്റ്സ് ഓഫ് വീറ്റ്, 4 യൂണിറ്റ് വീറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് 10 യൂണിറ്റ് കോട്ടൺ ആണ്. Now the question is, what is opportunity cost? അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഒരു സമ്പദ് വ്യവസ്ഥ ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും കാര്യക്ഷമമായി ഉപയോഗിച്ച് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപേക്ഷിക്കുന്ന തൊട്ടടുത്ത വസ്തുവിന്റെ അളവ്. ആ സമ്പദ് വ്യവസ്ഥ ഉപേക്ഷിക്കുന്ന തൊട്ടടുത്ത വസ്തുവിന്റെ അളവാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഒരു വസ്തു ഒരു നിശ്ചിത അളവ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റെന്തോ ഒന്ന് എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. റൈറ്റ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഒരു നിശ്ചിത അളവ് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റേതോ ഒരു വസ്തുവിന്റെ ഉൽപാദനം ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്, ത്യജിക്കുന്നുണ്ട് അവിടെ. റൈറ്റ്? മറ്റേതോ ഒരു വസ്തുവിന്റെ ഉൽപാദനം ഉപേക്ഷിച്ചുകൊണ്ടാണ് സമ്പദ് വ്യവസ്ഥ ഒരു വസ്തു ഒരു നിശ്ചിത അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നത്.
അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുവിന്റെ അളവാണ് നമ്മൾ എന്തായിട്ട് പറയേണ്ടത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. ഈ അവസരാത്മക ചെലവ് എന്തുകൊണ്ടാണ് വിഭവങ്ങൾക്ക് ഉണ്ടാകുന്നത്? വിഭവങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവസരാത്മക ചെലവ് ഉണ്ടാകുന്നത്? വിഭവങ്ങൾ സ്കേഴ്സ് ആയതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല അതിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ളത് കൊണ്ടാണ്. വിഭവങ്ങൾ ദൗർലഭ്യവുമുണ്ട്, അതിന് ഒരുപാട് ആവശ്യങ്ങളുമുണ്ട്. ഒരുപാട്, ഒന്നിലധികം ആവശ്യങ്ങളുമുണ്ട്. ഈ രണ്ട് വസ്തുതകൾ കൊണ്ടാണ് ഒരു വിഭവത്തിന് എന്തുണ്ടാകുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകുന്നത്. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.